നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ ബീഹാറിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അന്വേഷണ റിപ്പോർട്ട് കൈമാറി. കേസിൽ ജാർഖണ്ഡിൽ നിന്ന് 5 പേർ അറസ്റ്റിൽ. ബീഹാർ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായവരിൽ നീറ്റ് പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിയും പിതാവുമുണ്ട്. വിവരങ്ങൾ ജിൽബി നൽകും. ജിൽബി, നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ ബീഹാറിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേസിൽ ജാർഖണ്ഡിൽ നിന്ന് 5 പേർ പിടിയിലായിട്ടുണ്ട്. ബീഹാർ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. നീറ്റ് പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിയും പിതാവുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ച ക്രമക്കേടിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ അറസ്റ്റുകൾ നടന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ഒരു 13 പേരെ ഇത്തരത്തിൽ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ നിന്ന് 5 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബീഹാർ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ജാർഖണ്ഡിലെ ദിയോഗഡിൽ നിന്നാണ് ഇവർ പിടിയിലായത്. ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായത് 18 പേരാണെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അറസ്റ്റിലായവരിൽ നീറ്റ് പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിയും പിതാവും ഉൾപ്പെടുന്നുണ്ട് എന്നും ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ഈ ബീഹാറിൽ ഈ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തവരിൽ നിന്ന് അവർ മൊഴി നൽകിയപ്പോൾ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നിരുന്നു, അതുപോലെ തന്നെ ലക്ഷങ്ങൾ നൽകിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കുറ്റസമ്മതമായിട്ട് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അവർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലൊക്കെ കൂടുതൽ അന്വേഷണം നടത്തി ഇപ്പോൾ ജാർഖണ്ഡിൽ നിന്നും ഇപ്പോൾ 5 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബീഹാറിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുകയാണ്. അതിൽ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ കൈമാറി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കത്തിച്ച ചോദ്യപേപ്പറുകൾ, OMR ഷീറ്റുകൾ, ബുക്ക്ലെറ്റ് നമ്പറുകൾ, പോസ്റ്റ് ഡേറ്റ് ചെക്കുകൾ, ഇലക്ട്രോണിക് തെളിവുകൾ തുടങ്ങിയവ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങളെല്ലാം അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടെന്ന് തന്നെയാണ് സൂചന. അതോടൊപ്പം ഈ പണമിടപാടുകൾ നടന്നതിന്റെ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച മാഫിയയുടെ ഫോൺ വിവരങ്ങൾ, അവർ ഉപയോഗിച്ച ഫോണിന്റെ വിവരങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നു. പ്രതിഷേധങ്ങളും വ്യാപകമായിരിക്കുകയാണ്. എന്തായാലും ബീഹാർ പോലീസിന്റെയും അതുപോലെ തന്നെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും ഇതിൽ അന്വേഷണവും ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ബിനു, ജിൽബി, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പിടിയിലാകാനുള്ള സാധ്യത ഇനിയും കാണുന്നുണ്ടോ? എന്താണ് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? ബിനു, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അറസ്റ്റിലായവരിൽ നിന്ന് ലഭിച്ച നിർണായകമായ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉത്തർപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ ആ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. അതിനാൽ ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, അതുപോലെ ഈ തട്ടിപ്പ് സംഘങ്ങൾ ഇതിൽ ഇനി കൂടുതലായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ അറസ്റ്റിലായവരെ ഇപ്പോൾ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. വ്യക്തമാണ്. ജിൽബി തോംസൺ ആണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.